സോഷ്യോളജിയിലെ ചാപ്റ്റർ 2-ലെ ചില ആശയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എമർജൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജി എന്ന ശാസ്ത്രത്തിന്റെ ഉത്ഭവം, അതിന്റെ വികാസം എപ്രകാരമാണ്? സോഷ്യൽ ഫോഴ്സസ് ലീഡിങ് ടു ദ എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ദ ലേറ്റ് 18th ആൻഡ് ഏർലി 19th സെഞ്ചുറി. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ആയിട്ടാണ്, ആ കാലഘട്ടത്തിലായിട്ടാണ് അന്നേരം സമൂഹത്തിൽ നിലവിലിരുന്ന ചില സാമൂഹ്യ നിർബന്ധങ്ങൾ, ശക്തികൾ നിർബന്ധിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു ശാസ്ത്രത്തിന് രൂപം കൊടുക്കാനായിട്ട്. അതിന്റെ ഫലമായിട്ട് രൂപം കൊണ്ടുവന്ന, ആ ഫോഴ്സിന് വിധേയമായി രൂപം കൊണ്ടുവന്ന ഒരു ശാസ്ത്രമാണ് സോഷ്യോളജി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. This period of history is often described as the great transformation. ചരിത്രത്തില് ഈ കാലഘട്ടം വലിയ രൂപാന്തരീകരണത്തിന്റെ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. which led to the emergence of sociology. അതാണ് സോഷ്യോളജി എന്ന ശാസ്ത്രത്തിന്റെ ഉത്ഭവത്തിലേക്ക് നയിച്ചത്. The emergence of sociology coincided with two of the most significant social and political revolutions. സോഷ്യോളജിയിലെ ഈ ഉത്ഭവം, എമർജൻസ്, രണ്ട് സുപ്രധാനമായ സാമൂഹികവും രാഷ്ട്രീയവുമായ വിപ്ലവങ്ങൾക്ക് കാരണമായി, എന്നതാണ് പറഞ്ഞു വരുന്നത്. അതായത് വ്യവസായ വിപ്ലവം നമുക്കറിയാം. 18ാം നൂറ്റാണ്ടിലെ 18th സെഞ്ചുറിയിലെ ഇംഗ്ലണ്ടിലെ വ്യവസായ വിപ്ലവം ആരംഭിച്ചു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരംഭിച്ചു. എന്താണ് ഇംഗ്ലണ്ടിലെ വ്യവസായ വിപ്ലവത്തിന്റെ തുടക്കത്തിന് കാരണം? ജെയിംസ് വാട്ട് ആവിയന്ത്രം കണ്ടുപിടിച്ചാണ് കാരണം. ആ സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തം പുതിയ പുതിയ യന്ത്രങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കാരണമായി. മനുഷ്യന്റെ അധ്വാന ശേഷി ഇല്ലാതെ തന്നെ യന്ത്ര സഹായത്താലെ എന്തും ഉൽപ്പാദിപ്പിക്കാം. എത്ര അളവിൽ വേണമെങ്കിലും മടുപ്പില്ലാതെ എത്ര മണിക്കൂർ വേണമെങ്കിലും യന്ത്രങ്ങൾ പ്രവർത്തിക്കുമെന്നായി. മനുഷ്യാധ്വാനത്തെക്കാൾ അനേകം മടങ്ങ് കവച്ചു വയ്ക്കുന്ന ഉൽപാദന ശേഷിയുള്ള യന്ത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു. യൂറോപ്പില്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടില് വലിയ വലിയ ഫാക്ടറി കെട്ടിടങ്ങൾ പണിതിട്ട് അതിനുള്ളിൽ ഒത്തിരി യന്ത്രങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. ആ യന്ത്രങ്ങളിൽ ജോലി ചെയ്യാൻ ചില പണിക്കാരെ അവർ അപ്പോയിന്റ് ചെയ്തു. ഗ്രാമങ്ങളിൽ നിന്ന് പണിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളുണ്ടായപ്പോൾ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലെ ഫാക്ടറിയുടെ പരിസരത്തേക്ക് ജനങ്ങൾ കുടിയേറി പാർത്തു. അവിടെ അതിന്റെ അരികിൽ എവിടെയെങ്കിലും ടെന്റ് വെച്ച് കെട്ടിയിട്ട് പണിക്കാരവിടെ താമസിക്കുകയും സമയത്ത് ജോലിക്ക് കയറുകയും വൈകി വരെ പണിയെടുക്കുകയും ആ പണിയെടുത്തു കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ടെന്റുകളിലേക്ക് അവർ മടങ്ങുകയും ചെയ്യും. കുടുംബത്തോടൊപ്പം ഒന്നാണ് ടെന്റുകളിൽ ഗ്രാമങ്ങളിൽ നിന്നുള്ള പണിക്കാര് ഈ തൊഴിലാളി സംഘം വന്ന് താമസിച്ചത്. അവര് ഇങ്ങനെ അത്ര വൃത്തിഹീനമായ ടെന്റുകളിൽ അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിലുണ്ടാക്കിയ വീടുകളിൽ താമസിച്ചു. അങ്ങനെ വന്നപ്പോൾ അത് ചേരികളായിട്ട് രൂപം കൊണ്ടു. എവിടെയൊക്കെ വ്യവസായശാലയുണ്ടോ അതിൻ്റെയൊക്കെ അരികിൽ ഒരു ചേരി ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ വ്യവസായ വിപ്ലവത്തിന്റെ ഒരു ദോഷവശമാണ് ചേരികളുടെ രൂപീകരണം. ചേരി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ സ്ലം എന്നാണ് പറയുന്നത്. സ്ലംസ് ഡെവലപ്പ് ചെയ്തു. വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിലുണ്ടായി. ഇംഗ്ലണ്ടിലാണ് തുടക്കം കുറിച്ചത് വ്യവസായ വിപ്ലവം. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 18th സെഞ്ചുറിയിലാണ്. ഇത് ഒരു ചരിത്ര വസ്തുതയാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സമൂഹത്തില് മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഈ സോഷ്യോളജി എന്ന ശാസ്ത്രത്തിന്റെ രൂപീകരണത്തിനും കൂടി ഒരു കാരണമാണ്. ഈ വ്യവസായ വിപ്ലവം സോഷ്യോളജി എന്ന ശാസ്ത്രത്തിന്റെ പിറവിക്കും കൂടി ഒരു കാരണമായി എന്ന് പറയാം. അത് മാത്രമാണ് സോഷ്യോളജി എന്ന ശാസ്ത്രത്തിന്റെ പിറവിക്ക് കാരണമായത് അല്ല. ഫ്രാൻസിൽ നടന്ന ഫ്രഞ്ച് വിപ്ലവം, ഫ്രാൻസിലെ പ്രഭുക്കന്മാര് ദുഷ്പ്രഭുത്വത്തില് മുങ്ങിക്കുളിച്ച് അഴിമതിയിലും തന്നിഷ്ടത്തിലും സുഖലോലുപതയിലും ജീവിക്കുകയായിരുന്നു. അവര് മദ്യവും അങ്ങനെയുള്ള സുഖ സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ അവരുടെ ആർഭാടത്തിനനുസരിച്ച് പണത്തിന്റെ ആവശ്യകത കൂടി വന്നപ്പോൾ ജനങ്ങളുടെ മേൽ ടാക്സ് ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് ഫ്രഞ്ച് സമൂഹം വളരെ ദാരിദ്ര്യത്തിലേക്ക് പടുകുഴിയിലേക്കൊക്കെ പോകുമ്പോൾ പ്രഭുക്കന്മാര് സുഖിക്കുകയായിരുന്നു. ഒരുവില് ഈ നിവൃത്തികെട്ട ഈ ഭരണാധിപന്മാരുടെ ഈ അഴിമതിയും ഈ ഇത്തരത്തിലുള്ള സുഖലോലുപതയും പൊതുജനങ്ങളുടെ മേലുള്ള പീഡനങ്ങളും ഒക്കെ കൂടി വന്നപ്പോൾ ഫ്രഞ്ച് ജനത പ്രതികരിക്കാൻ തുടങ്ങി. ഇതൊടുവില് ഫ്രാൻസിൽ ഒരു വലിയ വിപ്ലവത്തിലേക്ക് കലാശിക്കുകയാണ്. അതാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് നൽകിയ സംഭാവനകളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ. ഫ്രാൻസിൽ നടന്ന വിപ്ലവം രക്തരൂഷിത വിപ്ലവമാണ്. ബ്ലഡി റെവല്യൂഷനാണ്. ചോര ചിന്തിക്കൊണ്ടായിരുന്നു. പ്രഭുക്കന്മാരുടെ എല്ലാം വീടുകളിൽ കയറി അവരെല്ലാം പിടിച്ച് വലിയ തെരുവിൽ കൊണ്ടുവന്നിട്ട് കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു ജനത ചെയ്തത്. ഒറ്റ രാത്രി കൊണ്ട് നേരം വെളുത്ത് ഉണർന്നപ്പോഴേക്കും ഒരു പ്രഭു പോലും ബാക്കിയില്ലാത്ത രീതിയിൽ ഫ്രാൻസിലെ പ്രഭുക്കന്മാരെയെല്ലാം ജനങ്ങൾ കൊന്നു കളഞ്ഞു. അതാണ് പറഞ്ഞത്. പിറ്റേന്ന് നേരം പുലരുമ്പോൾ
അതിവേഗത്തിലാണ് ഭരണമാറ്റം ഉണ്ടായത്, അതിവേഗത്തിലാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ നടന്നത്. പക്ഷേ ഒരുപാട് പേരെ കൊല്ലേണ്ടി വന്നു. വയലൻസ് ആണ് അവിടെ സ്വീകരിച്ച രീതി. ഫ്രഞ്ച് വിപ്ലവം അതുകൊണ്ട് ചരിത്രത്തിന്റെ താളുകളിൽ ചോരയുടെ നിറമുള്ള ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റവല്യൂഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതിവേഗത്തിലുള്ള മാറ്റമാണ് വിപ്ലവം എന്ന് പറയുന്നത്. സഡൻ ചേഞ്ച് ആണ് വിപ്ലവം എന്ന് പറയുന്നത്. റവല്യൂഷൻ എന്ന് പറയുന്നത് സാവകാശത്തിൽ വർഷങ്ങൾ കൊണ്ട് ഒരു മാറ്റം ഉണ്ടാകുന്നതിന് വിപ്ലവം എന്ന് ആരും വിളിക്കില്ല. അതൊക്കെ സ്ലോ ആൻഡ് ഗ്രാജുവൽ പ്രോസസ്സാണ്. പക്ഷെ വിപ്ലവം സ്ലോ ആൻഡ് ഗ്രാജുവൽ പ്രോസസ്സാണ്. അതിവേഗത്തിൽ മാറ്റം വരണം എന്ന് ചിന്തിക്കുന്നതാണ് വിപ്ലവം. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെയാണ് വിപ്ലവകാരികൾ എന്ന് പറയാം. ഫ്രാൻസിൽ നടന്നത് വിപ്ലവമായിരുന്നു കേട്ടോ. 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. ഫ്രഞ്ച് വിപ്ലവം നടന്നിട്ട് അധികം കഴിഞ്ഞിട്ടില്ലാത്ത കാലയളവിലാണ് സോഷ്യോളജിയുടെ പിതാവായിട്ടുള്ള അഗസ്റ്റ് കോംത് ഈ 1789 എന്ന് പറയുന്ന ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷത്തെ തിരിച്ചിട്ടാൽ 98. ആ 98ലാണ് സോഷ്യോളജിയുടെ പിതാവായിട്ടുള്ള അഗസ്റ്റ് കോംത് ജനിച്ചത്. അഗസ്റ്റ് കോംത്തിന്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിലെ മര്യാദയ്ക്ക് ഭരിക്കാൻ ഭരണാധിപന്മാരില്ലാതെ, കാരണം ഉള്ള ഭരണാധികാരികളൊക്കെ കൊന്നു കളഞ്ഞു. ഇനി ആര് എന്ത് എന്ന രീതിയിൽ തോന്നുന്ന പടിയുള്ള ഭരണങ്ങൾ, ഓരോരുത്തർക്ക് തന്നിഷ്ടപ്രകാരമുള്ള ഭരണങ്ങളൊക്കെ ആയിട്ട് ഫ്രാൻസിൽ ജനജീവിതം ആകെ കലുഷിതമായിട്ട് കീഴ്മേൽ മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോഴാണ് അഗസ്റ്റ് കോംതിന് തോന്നിയത് സമൂഹത്തിൽ ക്രമമായി കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം വേണമെന്ന് തോന്നി. അതിനു വേണ്ടി ശാസ്ത്രം രൂപീകരിക്കാനൊക്കെ ചിന്തിച്ചത്. ആ ഫ്രഞ്ച് വിപ്ലവവും സോഷ്യോളജി എന്ന ശാസ്ത്രത്തിന്റെ പ്രവൃത്തി കാരണമായി. വ്യവസായ വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അതും സോഷ്യോളജി എന്ന ശാസ്ത്രത്തിന്റെ പിറവിക്ക് കാരണമായി. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ജെയിംസ് വാട്ട് ആവിയന്തരം കണ്ടുപിടിച്ചു. ഈ ആവിയന്തരത്തിന്റെ കണ്ടുപിടുത്തം അതുപോലെ തന്നെ വ്യവസായശാലകളിൽ, ഫാക്ടറികളിൽ 18ാം നൂറ്റാണ്ടില് ഒരുപാട് വികാസങ്ങൾ നടക്കുകയായിരുന്നു. വെസ്റ്റേൺ സൊസൈറ്റികൾ ഗ്രാമീണ കാർഷിക അഗ്രേറിയൻ കൾച്ചറിൽ നിന്ന് ഇൻഡസ്ട്രിയൽ കൾച്ചറിലേക്ക് അവർ മാറുകയായിരുന്നു. അവർ ഗ്രാമങ്ങളിൽ നിന്ന് വ്യവസായശാലകളുള്ള പട്ടണങ്ങളിലേക്ക് കുടിയേറി പാർത്തു. അവര് കുടുംബത്തോടൊപ്പം അവരുടെ സാധന സാമഗ്രികളുമായിട്ട് ഫാക്ടറികളുടെ ഉള്ള ടൗണുകളിലേക്ക് ചേക്കേറുകയായിരുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഈ വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ട് ദി എക്സ്പാൻഷൻ ഓഫ് സിറ്റീസ് പ്രൊഡ്യൂസ്ഡ് എ ലോങ് ലിസ്റ്റ് ഓഫ് അർബൻ പ്രോബ്ലംസ്. നഗരങ്ങളിൽ ജനത്തിരക്ക് കൂടി, ഒരുപാട് നഗരത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായി. ദാറ്റ് അട്രാക്റ്റഡ് ദ അറ്റൻഷൻ ഓഫ് ദ ഏർലി സോഷ്യോളജിസ്റ്റ്. നഗരത്തിൻ്റെതായിട്ടുള്ള, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചേരികൾ രൂപപ്പെടൽ നഗരത്തിൻ്റെതായിട്ടുള്ള പ്രശ്നമാണ്. ഇതൊക്കെ എന്ത് ചെയ്തു? ആദ്യകാല സോഷ്യോളജിസ്റ്റുകളെ ഇത്തരം കാര്യങ്ങൾ സ്വാധീനിച്ചു, ഇൻഫ്ലുവൻസ് ചെയ്തു. അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കിയത്. സമൂഹത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവിടെ സോഷ്യോളജിസ്റ്റിന്റെ റോള് വളരെ കൂടുതലാണ്. The term sociology was coined by the French philosopher Auguste Comte in 1838. 1838 സോഷ്യോളജി എന്ന വാക്ക് അഗസ്റ്റ് കോംത് നൽകുന്നത് ഈ ശാസ്ത്രത്തിൽ. അതിനു മുമ്പ് അദ്ദേഹം സോഷ്യൽ ഫിസിക്സ് എന്ന വാക്കാണ്. ദാറ്റ് ഈസ് വൈ ഹി ഈസ് കോൾഡ് ആസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സോഷ്യോളജിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. ഹി ബിലീവ്ഡ് ദാറ്റ് ഓൾ ഹ്യൂമൻ ലൈഫ് പാസ്ഡ് ത്രൂ ഡിസ്റ്റിങ്ക്ട് ഹിസ്റ്റോറിക്കൽ സ്റ്റേജസ്. മനുഷ്യന്റെ എല്ലാ മനുഷ്യന്റെയും അല്ലെങ്കിൽ മാനവരാശിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആദ്യമേ തന്നെ എല്ലാത്തിനെ കുറിച്ചും ഇന്റലക്ച്വന്റ് ആയിട്ട് ചിന്തിക്കുന്ന മനുഷ്യൻ അല്ല ഉണ്ടായത്. ആദ്യമൊക്കെ ഈ ലോകത്തിലുള്ള സംഭവങ്ങൾ, പ്രകൃതി പ്രതിഭാസങ്ങൾ, ഇടിമിന്നൽ, മഴ, വെയില്, അല്ലെങ്കിൽ സുനാമി, അല്ലെങ്കിൽ മറ്റ് പ്രതിഭാസങ്ങൾ, ഇതൊക്കെ എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന ചോദ്യം മനുഷ്യരുടെ മനസ്സിൽ ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ടായിരുന്നു. അവർ പലരോടും ചോദിച്ചതാണ്. അന്ന് അറിയാമായിരുന്ന ദൈവശാസ്ത്രപരമായ പണ്ഡിതന്മാര് അല്ലെങ്കിൽ മതത്തിന്റെ മേലധ്യക്ഷന്മാരെ അവരോട് പറഞ്ഞു കൊടുത്തു, ഇതെല്ലാം ദൈവം സൃഷ്ടിക്കുന്ന പ്രതിഭാസങ്ങളാണ് എന്ന് പറഞ്ഞു ഉത്തരം കൊടുത്ത് തടിതപ്പി. അതായത് തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു ഇത്. അതായത് ദൈവശാസ്ത്രപരമായിട്ടുള്ള ഘട്ടം എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. തിയോളജിക്കൽ സ്റ്റേജില് ശേഷം അടുത്ത സ്റ്റേജ് എന്താണ്? മെറ്റാഫിസിക്കൽ സ്റ്റേജ് ആണ്. എന്താണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്? മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത് അതിഭൗതിക ഘട്ടം അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സ്റ്റേജ് എന്നാണ്. അന്നേരം തത്വചിന്തകൾ പറഞ്ഞു കൊടുത്തു. ഒരുപാട് തത്വശാസ്ത്രജ്ഞന്മാർ ലോകത്തിലുണ്ടായി, തത്വചിന്തകന്മാർ. അവര് തത്വചിന്തകൾ പകർന്നു കൊടുത്തുകൊണ്ട് ആണ് സോഷ്യോളജിസ്റ്റുകളെ ഈ രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരിച്ചത്. അപ്പോൾ ജനങ്ങൾ കുറച്ചും കൂടി ബോധവൽകൃതരായി. വെറും ദൈവശാസ്ത്രപരമായ എല്ലാത്തിൻ്റെയും പിന്നിൽ ദൈവം എന്ന ഒരു സിംഗിൾ ഉത്തരം കൊണ്ട് തൃപ്തരാകാത്തവർക്ക് തത്വശാസ്ത്രജ്ഞന്മാര്, തത്വചിന്തകന്മാര് കുറച്ചുകൂടി വിശദീകരിച്ച ഉത്തരങ്ങൾ കൊടുത്തു. അവരുടെ തത്വചിന്താപരമായ ആ കാലഘട്ടത്തെയാണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഇന്റലിജൻസ്, ഹ്യൂമൻ ഇന്റലിജൻസ് അതിൽ വളർച്ച ഉണ്ടാകുന്നതിനനുസരിച്ച് അവന് ഉത്തരങ്ങൾ തൃപ്തിയില്ലാണ്ട് വന്നു. വീണ്ടും കാലം ഏറെ ചെന്നു. ഈ തത്വചിന്തകന്മാരുടെ ഉത്തരങ്ങളും തൃപ്തിയില്ലാത്ത ജനങ്ങൾ വീണ്ടും പുതിയ സംശയങ്ങളും ചോദ്യങ്ങളും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യ ജീവിതത്തെക്കുറിച്ചും ഇതിന്റെ ആത്യന്തിക സത്തയെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ശാസ്ത്രം അവിടെ ഉത്തരം പറയാൻ ഇറങ്ങിത്തിരിക്കുകയാണ്.
ഈ കാലഘട്ടമാണ് പോസിറ്റിവിസത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അഗസ്കോംത് പറയുന്നു ഇങ്ങനെ മനുഷ്യന്റെ ഈ ഹ്യൂമൻ ഇന്റലിജൻസിന്റെ വികാസം അത് 3 ഘട്ടങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന സയന്റിഫിക് സ്റ്റേജിലേക്ക് മനുഷ്യൻ എത്തിയത് എന്ന് പറയുന്നത് അഗസ്കോംത്തിന്റെ തിയറിയാണ്. 3 സ്റ്റേജ് തിയറി എന്നാണ് അത് പറയുന്നത്, അഗസ്കോംത്തിന്റെ 3 സ്റ്റേജ് തിയറി. ഓക്കെ, എന്തൊക്കെയാണ്? തിയോളജിക്കൽ സ്റ്റേജ്, മെറ്റാഫിസിക്കൽ സ്റ്റേജ്, പോസിറ്റിവിസത്തിന്റെ സ്റ്റേജ്. ഇങ്ങനെ 3 സ്റ്റേജസ് ആണ് ഇവിടെ നമുക്ക് കാണാനാവുക. ഇനി ദി എക്സ്പ്ലനേഷൻസ് ഓഫ് വേരിയസ് ഫിനോമിന were given in religious terms. എവിടെ? തിയോളജിക്കൽ സ്റ്റേജിൽ പല പ്രതിഭാസങ്ങളും മതത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു. ദിസ് സ്റ്റേജ് വാസ് കോൾഡ് തിയോളജിക്കൽ സ്റ്റേജ്. ഈ ഘട്ടത്തെയാണ് നമ്മൾ തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. തിയോളജിക്കൽ സ്റ്റേജ് കഴിഞ്ഞപ്പോഴോ വാസ് സക്സീഡഡ് ബൈ അതിനെ തുടർന്ന് ഉണ്ടായി by its next stage known as metaphysical stage. Metaphysical stage ഉണ്ടായി. During this stage the explanations were given philosophically. ആ ഘട്ടത്തിലെ എക്സ്പ്ലനേഷൻസ് തത്വചിന്താപരമായിട്ടാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴോ ആ ഉത്തരവും തൃപ്തിയില്ലാണ്ട് വന്നപ്പോൾ ജനങ്ങൾക്ക് വീണ്ടും സംശയങ്ങളുണ്ടായി. അപ്പൊ ശാസ്ത്രം ഇടപെട്ടു. ആ ശാസ്ത്രം ഇടപെട്ട് ശാസ്ത്രീയമായ വിശദീകരണം കൊടുക്കാൻ തുടങ്ങിയ പിന്നെയാണ് അതാണ് പോസിറ്റിവിസത്തിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. ദ ഫൈനൽ സ്റ്റേജ് ഇൻ ദ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ തോട്ട് വാസ് പോസിറ്റിവിസം. മനുഷ്യന്റെ ചിന്തയുടെ വികാസത്തിന്റെ അന്തിമ ഘട്ടമാണ് പോസിറ്റിവിസം. അവിടെ സയന്റിഫിക് ഫിനോമിന എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യും എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളും ഈ നാച്ചുറൽ ഫിനോമിന പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ ടേംസ് ഓഫ് സയന്റിഫിക് അപ്രോച്ച് ടു ദ സോഷ്യൽ വേൾഡ്. ശാസ്ത്രീയമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ്. ഹെർബർട്ട് സ്പെൻസർ എന്നയാള് നമുക്കറിയാം, അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. 1820 1903 ഇടയ്ക്ക് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ബ്രിട്ടീഷുകാരനാണ്, ഇംഗ്ലീഷ് സോഷ്യോളജിസ്റ്റ് ആണ്. ഐഡിയ ഓഫ് എവല്യൂഷൻ വാസ് ക്യാരിഡ് ഫോർവേഡ് ഇൻ ദ വർക്ക് ഓഫ് ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് ഹെർബർട്ട് സ്പെൻസർ. ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ച കാലഘട്ടം, അദ്ദേഹത്തിന്റെ ആ പരിണാമ സിദ്ധാന്തം ജീവികള് ചെറിയ ജീവിയിൽ നിന്നും വലിയ ജീവിയിൽ ഉണ്ടായ കഥയൊക്കെയാണ്, കുരങ്ങിൽ നിന്നും മനുഷ്യരുണ്ടായ കഥയൊക്കെയാണ് പരിണാമ സിദ്ധാന്തം. അതുപോലെ തന്നെ സമൂഹത്തിൽ ഈ പരിണാമം സംഭവിക്കുന്നുണ്ട്. സോഷ്യോളജിയിലും സമൂഹത്തിൽ എന്ത് ചെയ്യുന്ന ഈ മാറ്റം ഉണ്ടാവുന്നുണ്ട് എന്ന് ഹെർബർട്ട് സ്പെൻസർ വാദിച്ചു. സ്പെൻസർ റോട്ട് എ 3 വോളിയം വർക്ക് എൻടൈറ്റിൽഡ് 3 വോളിയം ഉള്ള ഒരു പുസ്തകം അദ്ദേഹം എഴുതി. ആ പുസ്തകത്തിന്റെ പേരെന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോളജി. 1876 1882 ഒടുവിൽ 1896 ഈ പുസ്തകങ്ങൾ ഇറങ്ങിയത്. Through his book, he argued for the universality of the principles of evolution. ഈ പരിണാമ സിദ്ധാന്തം അത് സാർവത്രികമാണ്. അത് ജീവപരിണാമത്തിൽ മാത്രമല്ല സാമൂഹ്യ പരിണാമത്തിലും കൂടി അത് കണക്ഷൻ ഉണ്ട് എന്ന് അദ്ദേഹം വാദിച്ചു. സ്പെൻസർ argued that societies evolve in the same manner as animal species. സസ്യജന്തു ലോകത്തെ ജീവജാലങ്ങളുടെ ജീവിവർഗങ്ങൾ എങ്ങനെയാണ് പരിണമിച്ചു രൂപമാറ്റം വന്ന് കാലങ്ങൾ കൊണ്ട് മാറുന്നത്, ആ മാറ്റം സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. As generations pass, തലമുറകൾ കടന്നു പോകുമ്പോൾ the most capable and intelligent members of the society survive. ഏറ്റവും കഴിവുള്ളവരും ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ സർവൈവ് ചെയ്യും. While അതേസമയം the less capable die out. അത്ര കേപ്പബിൾ അല്ലാത്തവ ചത്തൊടുക്കും. Over time, കാലം കഴിയുമ്പോൾ societies become more differentiated and complex. സമൂഹങ്ങൾ കൂടുതൽ ഡിഫറൻഷിയേറ്റഡ് ആവും, കൂടുതൽ കോംപ്ലക്സ് ആവും എന്ന് സ്പെൻസർ പറഞ്ഞു. സ്പെൻസർ called this principle the survival of the fittest. ഈ പ്രിൻസിപ്പളിനെ സ്പെൻസർ വിളിച്ചത് അതായത് യോഗ്യതയുള്ളവരുടെ അതിജീവനം എന്നാണ്. ദിസ് ഫ്രേസ് വാസ് ടേക്കൺ ഫ്രം ഹിസ് കണ്ടംപററി. അദ്ദേഹത്തിന്റെ സമകാലീനനായിട്ടുള്ള ചാൾസ് ഡാർവിൻ പറഞ്ഞതിൽ നിന്നാണ് ഇത് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹത്തിന് പോലെ തന്നെ മറ്റൊരാളായിരുന്നു എമിൽ ദർഖെയിം. ദ ക്രെഡിറ്റ് ഫോർ ഡെവലപ്പിംഗ് സോഷ്യോളജി ആസ് ആൻ ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിൻ ആൻഡ് സയൻസ് ഗോസ് ടു എമിൽ ദർഖെയിം. എമിൽ ദർഖെയിം ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇതൊക്കെയാണ്: ദ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി, ദ റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്, സൂയിസൈഡ്, എ സ്റ്റഡി ഇൻ സോഷ്യോളജി, ദ എലമെന്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ്. എന്തായാലും എമിൽ ദർഖെയിം കുറെ സോഷ്യൽ ഫാക്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. എമിൽ ദർഖെയിം സെഡ് ദാറ്റ് സോഷ്യോളജിസ്റ്റുകൾ പഠിക്കുന്നത് സ്റ്റഡി സോഷ്യൽ ഫാക്ട്സ്, സാമൂഹ്യ വസ്തുതകളാണ്. ഈ സോഷ്യൽ ഫാക്ട്സ് ആർ ഒബ്ജക്റ്റീവ്. ഈ സാമൂഹ്യ വസ്തുതകൾ ഒരാളുടെ ഇഷ്ടാനുസരിച്ച് മാറ്റി പറയാവുന്നതല്ല, നിഷ്പക്ഷമായി പറയേണ്ടതാണ്, വസ്തുനിഷ്ഠമായി പറയേണ്ടതാണ്. വിച്ച് എക്സിസ്റ്റ് ഇൻ ദ കോൺഷ്യസ്നെസ് ഓഫ് ദ കളക്ടിവിറ്റി. അത് ഒരാളുടെ ബോധത്തിലല്ല, അത് സമൂഹത്തിന്റെ പൊതുബോധത്തിൽ കിടക്കുന്ന കാര്യമാണ്. കളക്ടിവിറ്റിയുടെ കോൺഷ്യസ്നെസ്സിൽ കിടക്കുന്ന കാര്യമാണ്, സമൂഹത്തിന്റെ പൊതുബോധത്തിൽ കിടക്കുന്ന കാര്യമാണ് സോഷ്യൽ ഫാക്ട്. എന്താണ് സോഷ്യൽ ഫാക്ടിന് കുറച്ച് എക്സാമ്പിൾ? സമൂഹത്തിലെ വിവാഹ നിയമങ്ങൾ, ആ നാട്ടിലെ എല്ലാവർക്കും അറിയാം വിവാഹത്തിന് ഇങ്ങനെ ഇന്ന നിയമങ്ങളുണ്ട് എന്നുള്ളത്. അത് ഒരു പൊതുബോധമാണ്, അത് ഒരാളുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യമല്ല. സോഷ്യൽ ഫാക്ട്സ് ആർ എക്സ്റ്റീരിയർ ടു സിംഗിൾ ഹ്യൂമൻ മൈൻഡ്. ഒരൊറ്റ മനുഷ്യന്റെ ഹ്യൂമൻ മൈൻഡിന് വെളിയിലാണ് സോഷ്യൽ ഫാക്ട്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും.